ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പോകുന്നത് ചട്നിമാമിയിൽ സദ്യ കഴിക്കാൻ, നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈല് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ 3 മണി വരെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ ബാഹുബലി ദോശയൊക്കെ കഴിക്കാൻ വന്ന സമയത്ത് 3 മണി വരെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. ഇപ്പോൾ ഒരു സമയം 2:30 ആയി. പക്ഷേ അവിടെ സദ്യ കഴിഞ്ഞു പോയി. അത് കാരണം തന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത് അവരുടെ തന്നെ നോൺ വെജ് ഉള്ള ഒരു സ്ഥലമാണ്, വഴിയോരക്കട. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് എന്താണ് ഉള്ളതെന്ന് നോക്കാം. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. ഇന്ന് നല്ല നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം ഞാനും ശ്രീകുട്ടനും അതുപോലെ തന്നെ ചിക്കു ബാക്കിലുണ്ട്. ചിക്കു അവിടെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ആളൊന്ന് ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങളിതേ പൊക്കോണ്ടിരിക്കുവാണ്. മഴ കാണിച്ചു തരാം. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഇങ്ങനെയാണ് മഴ പെയ്യുന്നത്. MC റോഡിൽ നല്ല മഴയൊക്കെ ആസ്വദിച്ചാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇനി അവിടെയും കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും പോവാണ് കേട്ടോ. നന്നായിട്ട് ലേറ്റായി പോയി. ശ്രീകൂട്ട സദ്യ കഴിക്കാൻ വന്നതാണല്ലേ. പക്ഷെ സദ്യ ഇല്ല. വിഷമായ സദ്യ ഇല്ലാത്തപ്പോൾ ഇല്ല. നമുക്ക് എന്താ കഴിക്കേണ്ടേനി? ചിക്കൻ കഴിച്ചാലോ? അത് മീൻ വേണോ? അപ്പൊ നമുക്ക് എന്തായാലും ബോളിയൊക്കെ കൂട്ടിയിട്ട്, നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രം സ്പെഷ്യലാണ് ബോളി കേട്ടോ. അപ്പൊ ബോളിയൊക്കെ ഉള്ള സദ്യയാണ് അവിടെ ഉള്ളത്. അപ്പൊ അത് കഴിക്കാന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. ശ്രീകുട്ടനെയും ഞങ്ങൾ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. അപ്പൊ അത്രയും സമയം ലേറ്റായി. ശ്രീകുട്ടനെയൊക്കെ വിളിക്കാൻ പോയപ്പോഴും അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനും കുറച്ച് ലേറ്റായി. അത് കാരണമാണ് ഇത്രയും താമസിച്ചത് കേട്ടോ. ഇതേ എത്താറായിട്ടുണ്ട്. ഈ കാണുന്നതാണ് വഴിയോരക്കട. അത്യാവശ്യം ഇവിടെയും നല്ല തിരക്കുണ്ട്. നോക്കാം. ശ്രീകുട്ടൻ നടന്നോ? നോക്കി പോണേ. വെള്ളം പോകുന്നുണ്ടോ സൈഡിൽ കൂടെ? കണ്ടോ? എവിടെയാണോ അത് അകത്താണ് കേട്ടോ. ശ്രീകുടെ വാ. ഓഹോ, ഞങ്ങളിത് ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഫുഡിന് വേണ്ടിയിട്ട്. ഫുഡ് സദ്യയില്ല, എന്നാലും നമ്മുടെ ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് ഒരു ചെറിയൊരു സദ്യ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇവർക്ക് ബെറോട്ട മതി എന്ന് പറഞ്ഞു. ബെറോട്ട അതുപോലെ ചിക്കൻ കറിയാണ് പറഞ്ഞത്. അവർക്ക് അതാണ് വേണ്ടത്. അവർക്ക് ഊണ് കഴിക്കാൻ, ചോറ് കഴിക്കാൻ വലിയ ഇഷ്ടമില്ല. അത് കാരണം അവിടെ നിന്ന് സദ്യ ആയിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു. പക്ഷേ ഇത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ബെറോട്ട തന്നെ വേണമെന്ന് പറയാം. അപ്പോൾ ഇനി ഞങ്ങളിതെല്ലാം ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കൊഞ്ച് ഫ്രൈ ഉണ്ട്. അപ്പോൾ അത് വരട്ടെ. നീതു വീഡിയോ എടുത്ത് ആണ്. ഓക്കെ, അവിയൽ. ഇത് തോരനാണല്ലേ കേട്ടോ? തോരനല്ലേ? പാവയ്ക്കത്തോരൻ, കിച്ചടി, അച്ചാറ്. കറിയൊക്കെ ടേസ്റ്റ് ഉണ്ട്. അവിയൽ മതി, കുറച്ച് മതി. ചോറ് വേണോ? ശ്രീകുട്ടന് വേണോ ചോറ്? കുറച്ച് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ. അവർക്ക് 2 പേർക്കും ചോറ് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ കൂടി ഞാൻ പരിപ്പൊക്കെ കൂട്ടിയിട്ട് ചോറ് കൊടുത്തായിരുന്നു കേട്ടോ. പക്ഷേ ആ ചോറ് കൊടുക്കുന്ന വീഡിയോ എവിടെയും മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കൊട്ടാരക്കര പോകുന്ന വഴിക്ക് നിലമേലിനും കിളിമാനൂരിനും ഇടയിലാണ്. നിലമേൽ എത്തുന്നതിന് മുന്നേ കിളിമാനൂർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ. കോഴിക്കറി, നാടൻ കോഴിക്കറി, ലിവർ വരട്ടിയതല്ലേ, കൊഞ്ച് ഫ്രൈ, പായസം, ബറോട്ട, കൊഞ്ച് ഫ്രൈ, ലിവർ, നാടൻ ചിക്കൻ കറി. ഇത് ലിവർ വരട്ടിയത് കേട്ടോ. പക്ഷെ അത് ഞാൻ കഴിക്കില്ല. ഇവർ കഴിച്ചിട്ട് ടേസ്റ്റ് പറയും. ശ്രീകുട്ടൻ കഴിച്ചിട്ട് ടേസ്റ്റ് പറയണേ. കുഞ്ഞത് കഴിക്കത്തില്ല. അത് കാരണം നിങ്ങളാ ടേസ്റ്റ് പറയണ്ടേ. ഇത് ചിക്കൻ കറി, നാടൻ ചിക്കൻ കറിയാണ്. ഇവിടെ താറാവും ഒക്കെ ഉണ്ട് കേട്ടോ. താറാവിനെ ഞങ്ങൾ കഴിക്കാത്തതുകൊണ്ടാണ് പറയാമായിരുന്നത്. കൊള്ളാവോ? ടേസ്റ്റ് ഉണ്ടോ? ഏതിൻ്റെ ടേസ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത്?
ലിവറിൻ്റെ കൊള്ളാവോ? ശ്രീകുട്ടോ ഇത് കഴിച്ചു നോക്ക്. എരിയുണ്ടോ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? മീൻ കറി, മീൻ്റെ കറിയുണ്ട്. അത് ഈ അവിയലിലൊക്കെ നമ്മുടെ നാടൻ മുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ആ ഫ്ലേവർ നല്ലതാണ്. ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളി അതുപോലെ വറ്റൽമുളകൊക്കെ ചതച്ചിട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. സദ്യക്കൊപ്പം പായസം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പായസം കൂടി ഒഴിച്ചിട്ട് അതുപോലെ തന്നെ പഴവും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ പഴവും കൂടി കൂട്ടി കഴിക്കാൻ പോവാണ്. ബാക്കി ചോറും കറികളും ഒക്കെ കഴിച്ചിട്ടുണ്ട്. വയറ് നല്ല ഫില്ലായി. എന്നാൽ കൂടി മധുരം കഴിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം മധുരം കഴിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഇല കണ്ടാൽ അറിയാം, ഞാൻ എല്ലാ കറികളും കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊഞ്ച് ഫ്രൈ ഒക്കെ കഴിഞ്ഞു. അത്രയും ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവഴി പോവുകയാണെങ്കിൽ ഇവിടെ കയറി കഴിച്ചു നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല ഫുഡാണ്, സദ്യ ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതാ എൻ്റെ ഇല ഫിനിഷ് ആയിരിക്കുന്നത്. ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്കും മഴയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.